അപ്പൊ നമ്മുടെ വണ്ടിയുടെ മുതലാളിമാരാണ് 3 പേര്. 3 പേരും ഒരുമിച്ചാണ് ഈ വണ്ടി കൊണ്ടു നടക്കുന്നതല്ലേ? പേരൊക്കെ ഒന്ന് പറഞ്ഞിരുന്നേക്കുള്ള. വിമല്, നന്ദു. സ്ഥലം നമ്മുടെ ഓമല്ലൂര് തന്നെ. അപ്പൊ അഭിജിത്ത് ഓമല്ലൂർ, വണ്ടി ഓണർ. അപ്പൊ സ്ഥിരം വണ്ടീന്റെ കൂടെ പോകും. ആ അപ്പൊ ഇന്നിവിടെ ഒരു പൂരം ആയതുകൊണ്ട് എന്റെ സ്പെഷ്യൽ ആയിട്ട് ഇറങ്ങിയതാ. അതിനെ കുറിച്ച് നമ്മൾ ഈ വണ്ടി ആനവയ്ക്ക് മാത്രം ആന പർപ്പസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വേറെ അല്ലാതെ വെളിയിലോടാൻ പോകാറില്ല. അതിപ്പോ നമ്മളെ ഷെൽത്തളിയും പറഞ്ഞ് അല്ലാത്ത സമയം ഷെഡില് മെയിൻറ്റെയിൻസ് ചെയ്ത് അങ്ങോട്ട് 6 മാസം സീസണുള്ള ഓട്ടം. 6 മാസം അത് മുതലാവും. അത് മുതലാവും ചോദിച്ചാല് മുതലാവുന്നതിൽ വേണം പറയാം. പക്ഷെ ടാക്സ് അടച്ചിടും. ടാക്സ് അടയ്ക്കാനുള്ള പൈസ കിട്ടിയത് അല്ലേ? ഡ്രൈവറുടെ ശമ്പളം. ഡ്രൈവറിന്റെ വേറെ സമയത്ത് വേറെ ഓട്ടം. 6 മാസം സീസണിലുള്ള ഓട്ടം മാത്രമേ ഓടുന്നുള്ളൂ, വേറെ ഒന്നും ഓടുന്നില്ല. പിന്നെ ഓഫ് സീസണൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ആനയ്ക്ക് പണിയാൻ 1 മാസം അത് ടാക്സ് അടയ്ക്കാനുള്ള പൈസ നമുക്ക് കിട്ടും. ടാക്സ് അടയ്ക്കാനുള്ളത് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അതൊക്കെ ആനയുടെ പ്രേമത്തിന്റെ കൂടെ നമ്മളെല്ലാവരും തോന്നാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ കിട്ടുന്നതിന് സന്തോഷം. സാധാരണ എല്ലാവരും ഒരു ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ലാഭമാണ് മുന്നിൽ. പക്ഷേ ഇത് വ്യത്യസ്തമാണ്. ഇതിനോടുള്ള ക്രേസിങ് അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ ആനയ്ക്ക് വേണ്ടി എടുത്ത വണ്ടി ആദ്യം. ഓക്കെ, അങ്ങനെ എടുത്ത് പരിപാടിക്ക് പോകുന്നു. ഓട്ടം ഉണ്ട്, വണ്ടിക്ക് ഓട്ടം ഉണ്ട്. ഓട്ടം ഉണ്ട്. ഈ സീസൺ സമയത്ത് നല്ല ഓട്ടം ഉണ്ടാവുമല്ലേ? ഈ സമയം നല്ല ഓട്ടം ഉണ്ട്, അത്യാവശ്യം ഓട്ടം ഉണ്ട്. മാറി തിരിഞ്ഞും കോണ്ടാക്ടിന്റെ പുറത്ത് ആനക്കാർ വിളിക്കും, അങ്ങനെ ഓടും. ഇത് കണക്ക് ആനയ്ക്ക് വേണ്ടി മാത്രം ഓടുന്ന വണ്ടികളുണ്ടോ? അതോ ഈ ആനയ്ക്ക് വേണ്ടി മാത്രം ഓടുന്നത്? മുതലാളി ആനയുള്ള ഓണർമാരുടെ വേറെ വണ്ടി ഉണ്ട്, അല്ലാത്ത വണ്ടിയില്ല. അപ്പൊ ഈ ആനയെ കൊണ്ടുപോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? നമ്മൾ ആനയെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോ മെയിൻ റോഡിൽ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡിന്റെ ചരിവ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു 35 സ്പീഡിൽ കൂടുതൽ നമുക്ക് ആനയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അതിന് പല കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ പെട്ടെന്ന് ഒരു 50 സ്പീഡിൽ നമ്മൾ വണ്ടി ഓടി പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ആള് കുറുക്കിയടി അല്ലെങ്കിൽ ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ ആനയുടെ പെരുമുഖം പോയി ഇടിക്കും. അതുപോലെ തന്നെ കൊമ്പ് നീളമുള്ള ആനയാണെങ്കിൽ കൊമ്പ് പോയി ക്യാവിലിടിക്കും. അത് വണ്ടിക്ക് ഉണ്ടാകുന്നതിനെക്കാട്ടി ആനയ്ക്കാണ് എത്തി. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെന്ന് പറയുമ്പോൾ മറ്റു ലോഡ് പോലല്ല, ആനയെ കൊണ്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ മുകളിലാണ് വെയിറ്റ്. മറ്റു ലോഡ് എന്ന് പറഞ്ഞാൽ താഴെന്ന് ഒരേപോലെ തന്നെ വെയിറ്റ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിലാണ് വെയിറ്റ്. അപ്പൊ അത്രയും നമ്മൾ സൂക്ഷിച്ചാൽ